ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്ന് ചോറിന് പറ്റിയൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പരിപ്പും പടവലങ്ങയും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്ന് പറയുക, ചെറിയൊരു പുളി, ഞാനിതിൽ പുളി ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പുളി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുളി ആഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. അങ്ങനെ നല്ല ടേസ്റ്റ്, വേറെ ഒരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല. അത്രയും ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് പരിപ്പ് കറി വെക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഇത് നാളികേരം അരച്ച് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് അത്ര അധികം വേണ്ട. നമ്മൾ നാളികേരം അരയ്ക്കാണ്ട് വെക്കുന്ന കറികൾക്കാണ് കുറച്ചധികം പരിപ്പ് ഇടേണ്ടത്. അപ്പോൾ നാളികേരം അരയ്ക്കുമ്പോൾ രണ്ടും കൂടിയുമ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. അപ്പം ഞാനൊരു അര ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കളറ് ഇത് ആ തൊലി ഇങ്ങനെ കളയാണ്ട് പൊടിച്ചിട്ടുള്ള കാരണം തോന്നുന്നുണ്ട് മുളക് പൊടിയുടെ കളറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ 3 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് നീളനെ കീറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കറികൾക്കൊക്കെ ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് 3 പച്ചമുളകും ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് ചെരുകിയെടുക്കണേട്ടോ. ഒരു ചെറിയൊരു നാളികേരമാണ്. അപ്പോൾ ഇത് ഈ മുറി ഞാൻ ഫുള്ളും എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെരുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കാൻ ഞാൻ പ്ലെയിനായിട്ടാട്ടോ, ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, സാധാ പോലെ അരച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലേക്ക് മാറ്റേണ്ട യാതൊരു കാര്യമൊന്നുമില്ല കേട്ടോ. കുക്കറിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പം ഞാനിതിൽ ചെറിയൊരു വളരെ ചെറുത്, എത്രയോ കുറച്ചെടുക്കാൻ പറ്റും അത്രയും കുറവ് പുളി എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മാങ്ങയല്ല ആഡ് ചെയ്യണ, പുളിയാണ് കേട്ടോ ആഡ് ചെയ്യണ. കോൽപ്പുളി ചെറിയൊരു അളവ് പാടുള്ള എന്താ പറയുക, ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പരിപ്പ് വെന്തതിന് ശേഷം, നമ്മളിപ്പോൾ പടവലങ്ങ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പരിപ്പ് വെന്തതിന് ശേഷം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കുന്നുണ്ട്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിഞ്ഞ് ആ പുളിയുടെ ഒരു കുത്തുണ്ടാവുമല്ലോ, അത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായി ഒന്ന് തിളപ്പിക്കുന്നത്. അതിന് ശേഷം മാത്രം നമ്മുടെ പടവലങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചെറിയൊരു അളവിലാട്ടോ, ഒരു ചെറിയൊരു പീസ് പടവലങ്ങ എടുത്തിട്ടുള്ളത്. എന്തോരം വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഇവിടെ മക്കൾക്ക് പടവലങ്ങ അത്ര ഇഷ്ടമില്ല. അപ്പം ഞാൻ അധികം പടവലങ്ങ ഇടണതിൽ ഒരു പേരിന് മാത്രമേ ഇടണുള്ളൂ കേട്ടോ. പടവലങ്ങ എന്തോരം ഇട്ടാലും യാതൊരു കുഴപ്പമില്ല. പിന്നെ പടവലങ്ങ അധികം അങ്ങനെ വെന്തുടയരുത്, ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു സ്റ്റേജിൽ വേണം കേട്ടോ നമുക്കിത് ഗ്യാസ് നാളികേരം അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ, ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ വല്ലാണ്ട് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോയി കഴിഞ്ഞ് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ അരച്ച് വെച്ച നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ ആയിട്ടുള്ള കേട്ടോ, ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഉള്ളി ജീരകം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ നാളികേരം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലും കൂടി ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി ചാറോട് കൂടി ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ മൺചട്ടിയിലും കൂടി ആകുമ്പോൾ അത് ഇരുന്നൊന്ന് കട്ടിയാവും. അപ്പോൾ ഇത്തിരി ചാറ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കണം. പിന്നെ ഒഴിച്ചേറിയാണല്ലോ, അപ്പോൾ ഇത്തിരി ഒന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പുളിയുള്ളൂ കേട്ടോ, വല്ലാണ്ട് പുളിയില്ല, ഒരു ചെറിയൊരു പുളി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ പുളിത്തിരി ഉള്ളതാണ് ഇഷ്ടം. പിന്നെ അതുപോലെ ഈ പടവലങ്ങ ഇട്ടിട്ട് വെക്കുന്ന കറിയായാലും ഒരു ഇത്തിരി പുളിയുള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ നാളികേരം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ച് വന്നിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഇനി കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടിയിലായാലും ഗ്യാസ് ഓഫ് ചെയ്താലും ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് സാധാ നമ്മൾ കടുക് കാച്ചണ പോലെ തന്നെ എന്താ പറയുക, കടുകും മറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്.
സാധാ പോലെ തന്നെയാണ് കാച്ചണത് കേട്ടോ. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഉലുവയൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്യാൻ. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അധികം ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് അധികം പോസ്റ്റ് ചെയ്യണത്. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.